Hello everyone, welcome to GSPR classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ, അതായത് നമ്മുടെ തേർഡ് യൂണിറ്റിലെ റിമൈനിങ് പോർഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ ഈ ഒരു യൂണിറ്റിന്റെ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ചധികം പൊല്യൂഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു രണ്ട് പൊല്യൂഷനെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഇത് ഹസാർഡ്സ്, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ ബാലൻസ് ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാല്ലേ. എന്താണ് തേർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാല്ലേ, നമ്മുടെ ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പവർ പ്ലാന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടേക്കുള്ള മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഒരുപാട് മെഷീനറീസ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ പവർ പ്ലാന്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ. അപ്പൊ കൂളന്റുകളൊക്കെ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നത് വാട്ടറിനെയാണ്. ഈ വാട്ടർ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ വാട്ടർ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് ആ ഒരു പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. ഇത് ഡയറക്റ്റ് ആയിട്ട് സംഭവം നോർമൽ വാട്ടർ തന്നെയാണ് അല്ലെ. അതിന് പ്രത്യേകിച്ച് കെമിക്കൽസോ അങ്ങനെയൊന്നും അടങ്ങിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും ഇത്രയും ടെമ്പറേച്ചറിലുള്ള ഈ ഒരു ഹോട്ട് വാട്ടർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റിസോഴ്സസ് റിവർ അങ്ങനെയുള്ള പോലെയുള്ള വാട്ടർ റിസോഴ്സസിലോട്ട് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് അതിലുള്ള അക്വാട്ടിക് എലമെന്റ്സിനെ അല്ലെങ്കിൽ അക്വാട്ടിക് ആയിട്ടുള്ള ജീവികളെയൊക്കെ എന്ത് ചെയ്യും, ബാധിക്കൂലെ. അതുപോലെ പ്ലാന്റുകളെയൊക്കെ എന്ത് ചെയ്യും, അത് ബാഡായിട്ട് ബാധിക്കാൻ തുടങ്ങൂലെ. അതും അല്ലാതെ എന്ത് ചെയ്യാം, വാട്ടറിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. കാരണം ഓരോ നമ്മൾ നോക്കുന്ന ഓരോ റിസോഴ്സസിനും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. ഒരു ഇത്രയും ടെമ്പറേച്ചറിലുള്ള ഒരു വാട്ടർ എന്ത് ചെയ്യാണ്, നമ്മൾ ഡയറക്റ്റ് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയെയും കെമിക്കൽ പ്രോപ്പർട്ടിയെയും ഒക്കെ ചേഞ്ച് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയാണ് തെർമൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത് കേട്ടോ. Thermal pollution refers to detrimental effort of hot effluent discharged by various power plant and industries. It denotes the impairment of quality of and the deterioration of aquatic and terrestrial environment. Hot effluent discharged in river, lake, streams, ponds, etc. reduce the concentration of dissolved oxygen which produces deleterious effect on aquatic, biotic and ecosystem. ഇത് പറഞ്ഞാൽ എന്താ, ഇത്രയും ഹോട്ട് ആയിട്ടുള്ള ഒരു എഫ്ലുവന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, റിവറിലോട്ടൊക്കെ നമ്മൾ ഒഴുക്കി കഴിഞ്ഞാൽ ഈ ഓക്സിജനെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തെങ്കിലും കുറയും. പോൺസ് ആ ഒരു നമ്മുടെ ഒരു നോർമൽ ഒരു പോണ്ട് പോലെയുള്ള നോർമൽ റിസോഴ്സിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു ഓക്സിജൻ ഡിസോൾവ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞിട്ട് അത് എന്തായി മാറും, ലിവിങ് ഓർഗാനിസത്തിനൊക്കെ ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള രീതിക്കുള്ള ഒരു എക്കോസിസ്റ്റം ആയിട്ട് മാറും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് തെർമൽ പൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ്റോമിക് പവർ പ്ലാന്റ്, കോൾ ഫയർഡ് പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ആൻഡ് ഡൊമസ്റ്റിക് സീവേജ്. ഇത്രയും കാര്യങ്ങളാണ് തെർമൽ പൊല്യൂഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സോഴ്സുകൾ. ഓക്കെ, മെയിൻ ആയിട്ട് നോക്കുമ്പോൾ പവർ പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് അല്ലെ. കാരണം അവിടെയാണ് നമ്മൾ വളരെ കൂടിയ ഒരു എമൗണ്ടിൽ നമ്മൾ വാട്ടർ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇനി അഡ്വേഴ്സ് എഫക്ട് ഓഫ് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുക? അത് എന്ത് ചെയ്യും, ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് കുറക്കൂലെ. അതായത് നമ്മൾ ഡയറക്റ്റ് വാട്ടർ ബോഡീസിലോട്ടൊക്കെ അത് എമിറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, അത് നമ്മൾ ഡയറക്റ്റ് അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഒക്കെ എന്ത് ചെയ്യും, കുറക്കൂലെ. അതായത് വാട്ടറിൽ അടങ്ങിയിട്ടുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ഓക്സിജന്റെ എമൗണ്ട് ഒക്കെ കുറക്കും. അങ്ങനെ എമൗണ്ട് കുറയുമ്പോൾ എന്ത് ചെയ്യും, അത് അതിലുള്ള ജീവികളൊക്കെ ബാധിക്കൂലെ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിന്റെ പ്രോപ്പർട്ടിയെ തന്നെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു വാട്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് പെർട്ടിക്കുലർ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. ഈ ഒരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനൊക്കെ എന്ത് ചെയ്യും, ഇത്രയും നല്ലൊരു ലെവലിൽ ഹൈ ടെമ്പറേച്ചറിലുള്ള വാട്ടർ എന്ത് ചെയ്യും, ആൾട്ടർ ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അത് ത്രൂ ഗ്യാസസ് ഒക്കെ ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി, അതായത് സൊല്യൂബിലിറ്റിനെയൊക്കെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. വിസ്കോസിറ്റി, ഡെൻസിറ്റി അതൊക്കെ ഇൻക്രീസ് ചെയ്യൂല. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, വാട്ടറിന്റെ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ അതില് ഇപ്പൊ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കറിയാലേ, നോർമലി അത് താഴെ അടിഞ്ഞ് കിടക്കും എന്തെങ്കിലും ഒരു എക്സ്ട്രാ പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇങ്ങനെ വാട്ടറിന്റെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ചസ് മൂലം അത് സസ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് ടൈമൊക്കെ എന്ത് ചെയ്യും, കൂടും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു വാട്ടറിന്റെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യും അല്ലെ.
അതുപോലെ തന്നെ ഇത്രയും ടെമ്പറേച്ചർ കൂടിയ ഒരു വാട്ടർ ഇതിലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ അക്വാട്ടിക് ഓർഗാനിസത്തിന്റെ ഫുഡ് സപ്ലൈസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. പ്ലാന്റ് ആണെങ്കിലും പ്ലാന്റ് നശിച്ചു പോവാം, ചെറിയ ചെറിയ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യാം, ഡെഡ് ആയി പോവാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അത് ഈ ആ ഒരു ഫുഡ് സൈക്കിളിനെയൊക്കെ, അക്വാട്ടിക് ലിവിങ് ഓർഗാനിസത്തിന്റെ ആ ഒരു ഫുഡ് സൈക്കിൾസിനെയൊക്കെ എന്ത് ചെയ്യാം, അത് ബാധിക്കാം അല്ലെ. പിന്നെ എന്താ അതുകൊണ്ടുള്ള പ്രോബ്ലം, ഇന്റർഫറൻസ് വിത്ത് ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് റീപ്രൊഡക്ഷൻ അല്ലെ. അതായത് ഈ ഫിഷസിന്റെ ഒക്കെ ഹാച്ചിങ്ങിനെയും അതുപോലെ എന്താ അങ്ങനെയുള്ള കുറച്ച് മെറ്റബോളിസത്തിന്, റെസ്പിറേഷൻ, എക്സ്ട്രീഷൻ, റീപ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാം വാട്ടർ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആ ഒരു ടോട്ടൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടോട്ടൽ എക്കോസിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ആക്ഷൻസ് എന്ത് ചെയ്യാം, ഈ ഒരു തെർമൽ പൊല്യൂഷൻ കാരണം ഹാൾട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെ. അതുമല്ല പിന്നെ വേറെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇൻവെൻഷൻ ഓഫ് ഡിസ്ട്രക്റ്റീവ് ഓർഗാനിസം ആണ്. അതായത് ഈ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന ചില അനിമൽസ് ഉണ്ടായിരിക്കും. അവരൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആവില്ല ഈ ഒരു ഇത്രയും നല്ലൊരു ടെമ്പറേച്ചർ വരിക എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസംസ്, ബാക്ടീരിയകൾ പോലെയുള്ളവർക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് വാട്ടറിൽ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ അത് നോർമൽ ഫിഷസിനെയൊക്കെ എന്ത് ചെയ്യാം, അഫക്ട് ചെയ്യാം അല്ലെ. ബാക്ടീരിയൽ ഡിസീസസ് ഒക്കെ കാണപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറും. നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് ഇൻ ആൽഗയാണ്. അതായത് ഇങ്ങനെ നമ്മൾ ഈ ഒരു വേസ്റ്റ് വാട്ടേഴ്സ് ഒക്കെ, അതായത് ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറിലുള്ളതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, ബോട്ടിലോട്ടൊക്കെ ആക്കുമ്പോൾ ഈ അതൊക്കെ ആൽഗിന്റെ ഗ്രോത്തിന് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആവുക ചെയ്യാം. ആൾക്ക് അറിയാലോ അല്ലെ, ഒരു സ്ഥലത്ത് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആ ഒരു പ്ലേസിന്റെ കംപ്ലീറ്റ് എൻവയോൺമെന്റിൽ അതങ്ങ് സ്പ്രെഡ് ആകും. വേറെ ഒരു ലിവിങ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ, ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാവും. പിന്നെ അതിന്റെ പ്രോസസ് ഒക്കെ മെയിൻലി ഓക്സിജൻ റിലേറ്റഡ്, ഓക്സിജൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്, എയറോബിക് പ്രോസസ്സുകളാണ്. അപ്പൊ എന്ത് ചെയ്യും, അത് വാട്ടറിലുള്ള ഓക്സിജനൊക്കെ ഓവറായിട്ട് കൺസ്യൂം ചെയ്യും. അപ്പൊ അത് നമുക്ക് ഈ വാട്ടറിൽ ഫോളായിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനൊക്കെ അത് എന്ത് ചെയ്യും, കാരണമാവും അല്ലെ. ഇനി ഇങ്ങനെയുള്ള തെർമൽ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ഇത് ബോണ്ടിലോട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഈ ഒരു റിസോഴ്സസിലോട്ട് ഒഴിവാക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചെറിയ ആർട്ടിഫിഷ്യൽ ബോണ്ടുകളൊക്കെ ഉണ്ടായിട്ട് അതിലോട്ട് ആദ്യം ആക്കുക. എന്നിട്ട് അതൊന്ന് കൂൾ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക അല്ലെ. എന്നിട്ട് കൂൾ ചെയ്തതിന് ശേഷം ഇത് എന്ത് ചെയ്യാം, ഈ ഒരു വാട്ടർ നമുക്ക് നോർമൽ റിവറിലോട്ടൊക്കെ ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ, ഇത്രയും വലിയൊരു എമൗണ്ട് ടെമ്പറേച്ചർ പെട്ടെന്ന് ആ ഒരു അക്വാട്ടിക് അല്ലെങ്കിൽ എന്താ ആ ഒരു റിസോഴ്സിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെന്താ, arranging for cooling towers in large industries, channeling of thermal effluent to power generating plant ഒക്കെ എന്താണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്താ ചാനലിംഗ് ഓഫ് തെർമൽ എഫ്ലുവന്റ് ടു പവർ ജനറേറ്റിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നോർമലി നമ്മൾ പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീമിന് യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റീം ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഹോട്ട് വാട്ടറിനെ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഫ്ലുവന്റിനെ ഡയറക്ട്ലി തെർമൽ പവർ പ്ലാന്റിലോട്ട് നമ്മൾ ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതിനുള്ളതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് റേഡിയേഷനൊക്കെ അല്ലെ. പണ്ടൊന്നും നമ്മൾ അത്ര അധികം യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പർപ്പസിന് നമ്മൾ ഈ റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയേഷൻസ് ആണല്ലേ. അത് കൂടാതെ അതൊരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ റേഡിയേഷൻ പൊല്യൂഷൻ വരുന്നത് നമ്മുടെ പവർ പ്ലാന്റുകളിൽ നിന്നാണ്, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നല്ല. അതിന് എന്തെങ്കിലും ഒരു ചെറിയ, നമുക്കറിയാം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം കുറഞ്ഞ ടൈമിൽ നമുക്ക് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലും നമ്മൾ അധികം ആളുകളും അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാ, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്തെങ്കിലും ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരാൻ പോകുന്നത് നമ്മുടെ ഈ ഹോട്ട് വാട്ടറും കാര്യങ്ങളൊന്നും അല്ലാല്ലേ, റേഡിയേഷൻ ആണ്. അത് നമ്മുടെ എന്താ പറയാ പോപ്പുലേഷനെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ബോഡിയുടെ ജനറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഈ അപ്പൊ ഉള്ള ആ ഒരു ജനറേഷൻ മാത്രമല്ല, വരാൻ പോകുന്ന ജനറേഷനെ ഒക്കെ അത് അഫക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ അത്രയും എതിർക്കുന്നത്. അതിന്റെ യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും
amount of energy produce ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്, റിസ്കി ഫാക്ടർ അതിൽ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ വരുന്ന കളക്ട് ചെയ്യുന്ന റേഡിയേഷൻസ് വളരെ കൂടുതലാണ്. ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ അറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു എക്സൈ കോമ്പറ്റീഷന് വേണ്ടി പോയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള റേഡിയേഷൻ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് കാണാനുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ അതിനായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത്. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റേഡിയേഷൻ അത് ചെക്ക് ചെയ്തിരുന്നു, എത്രയാണ് നമ്മുടെ ബോഡിയിലുള്ള ഗാമ എന്നൊക്കെ ചെക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ ആ എനിക്ക് തോന്നുന്നൊരു 5 minutes ഒക്കെയാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ അവർ സമ്മതിച്ചത്. പക്ഷെ പുറത്ത് വന്ന് ചെക്ക് ചെയ്യുമ്പോഴും നല്ല എമൗണ്ട് ഓഫ് ഗാമ റേഡിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും എഫക്റ്റ് ആണ് ആ ഒരു എൻവയോൺമെന്റിൽ, അത്രയും റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഫാളോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് അതിനുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അല്ലെ. ഫ്യൂ ഓഫ് ദീസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ് ആർ ആർഗൺ, കൊബാൾട്ട്, ക്രിപ്റ്റോൺ, സീരിയം, സ്ട്രോൺഷ്യം, യുറേനിയം ആൻഡ് പ്ലൂട്ടോണിയം. ഓക്കെ, ഇനി റേഡിയേഷൻ സോഴ്സസ് ഏതൊക്കെയാ? നാച്ചുറൽ റേഡിയേഷൻ ഉണ്ടല്ല, നാച്ചുറലി ഒക്കെയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ റേഡിയേഷൻ ഉണ്ട്. പിന്നെ മാൻമെയ്ഡ് സോഴ്സസ് ഉണ്ടല്ലേ, നമ്മുടെ നമുക്ക് എക്സ്റേ എടുക്കാറില്ല യൂഷ്വലി, ആ എക്സ്റേ കൊണ്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മാൻമെയ്ഡ് സോഴ്സസ് ഓഫ് റേഡിയേഷൻ ആണ് അല്ലെ. പിന്നെന്താ, ന്യൂക്ലിയർ വെപ്പൺസ് ത്രൂ ഉള്ള റേഡിയേഷൻ പൊല്യൂഷൻസ്. ഇങ്ങനെയൊക്കെയാണ് റേഡിയേഷൻ പൊല്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സുകൾ വരുന്നത് കേട്ടോ. എന്തൊക്കെയാ റേഡിയേഷൻ കൊണ്ടുള്ള എഫക്ട്സ്? എന്തൊക്കെയാ റേഡിയേഷൻ പൊല്യൂഷൻ കൊണ്ടുള്ള എഫക്ട്സ്? എന്തൊക്കെയാ? ഡയറക്റ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിക്കുലർ DNA, ബയോളജിക്കൽ മോളിക്കുലർ ആയിട്ടുള്ള DNA ആൾട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ വാട്ടർ മോളിക്യൂളിനെയൊക്കെ എന്ത് ചെയ്യാം, ഫ്രാഗ്മെന്റേഷൻ പ്രോസസ്സ് നടന്നിട്ട് ഫ്രീ റാഡിക്കൽസ് ആക്കിയിട്ട് മാറ്റി കയറാനുള്ള ഒരു കപ്പാസിറ്റി എന്തിനുണ്ട്? റേഡിയേഷൻസ് കിട്ടില്ലേ. അത് എന്ത് ചെയ്യാം, പുതിയ മോളിക്യൂൾസ് ആയിട്ട് വാട്ടർ മോളിക്യൂൾ ഈ ഒരു ഫ്രീ റാഡിക്കലായിട്ട് കിടക്കുന്ന എക്സ്പ്രസ് ആയതൊക്കെ വീണ്ടും കൂടി ചേർന്ന് അതിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റേഡിയേഷൻ പൊല്യൂഷൻ ത്രൂ നടത്തും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ നമുക്കറിയാലോ, എക്സ്റേ ഒക്കെ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും എക്സ്റേ ഒന്നും പ്രിഫർ ചെയ്യില്ല. അങ്ങനെയുള്ള റേഡിയേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിനൊക്കെ ഒരു കൺട്രോൾ വെക്കുന്നില്ല. ഇതൊക്കെ എന്താ, ഫീറ്റസിനെയൊക്കെ അത് ബാധിക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത്രയും കെയർ കൊടുക്കേണ്ട ഒരു സംഭവമാണ് റേഡിയേഷൻ. പോരാത്തതിന് എന്താ, അത് നമ്മള് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തത് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാക്കാം, നോസിയ, ഫാറ്റിക്, വോമിറ്റിംഗ് അങ്ങനെ പോലെയുള്ള തരാം. അങ്ങനെ പോലെയുള്ള നോർമൽ സിംറ്റംസ് കാണിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീമിയ, അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇനി എങ്ങനെയാ നമുക്ക് ന്യൂക്ലിയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നല്ല രീതിക്ക് എടുത്തിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലേ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനില്ല ഈ ഒരു കാര്യത്തില്. പിന്നെന്താ, റിമൂവിങ് ആൻഡ് സോർട്ടിങ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റസ് വിത്ത് ഹൈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മസ്റ്റ് എൻഷുർ അല്ലെ. അതായത് ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റില് നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ റേഡിയോ ഈ പവർ പ്ലാന്റിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഒഴിവാക്കാനല്ല അല്ലെ. പ്രോപ്പറായിട്ട് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് മെയിൻലി വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അഫക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ അലോയിങ് നോ എക്സ്ക്യൂസ് ഓർ കോംപ്രമൈസ് എഫേർട്സ് ആർ ടു ബി ടേക്ക് റെഡ്യൂസിംഗ് കൺസിഡറബിളി റേഡിയേഷൻ എമിഷൻ ഫ്രം ദ പ്ലാന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത്, റേഡിയേഷൻ പൊല്യൂഷന്റെ ഒരു ഇതായിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി പറയാനായിട്ട് ഡീപ്പ് ആയിട്ടുള്ള ഓഷ്യൻസുകളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റേഡിയേഷന്റെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്രയും ഒരു എഫക്റ്റീവ് നമ്മള് അത്രയും ഡീപ്പ് ഓഷ്യൻസിൽ ഡംപ് ചെയ്താലും വീണ്ടും റേഡിയേഷൻസ് വരാനുള്ള ചാൻസസും, അതുപോലെ തന്നെ അക്വാറ്റിക് എനിമൽസിനെ ഒക്കെ അത് ബാധിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ന്യൂക്ലിയർ പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പൊല്യൂഷൻ ആണ്. ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിചാരിക്കും ലൈറ്റ് കൊണ്ട് എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ പൊല്യൂഷൻ അല്ലെങ്കിൽ ലൂമിനസ് പൊല്യൂഷൻ എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എക്സസീവ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പൊല്യൂഷൻ ആവുന്നത് ഒരു നോർമൽ റേഞ്ചിൽ കൂടുതലായിട്ട് വരികയാണ് നമ്മൾ അതിന്റെ പൊല്യൂഷൻ എന്ന് പറയാല്ലേ. ലൈറ്റും ഒരു ഓവറായിട്ട് അല്ലെങ്കിൽ എക്സസീവ് അമൗണ്ടിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ മിസ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒബ്സസീവ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയാം. ലൈറ്റ് പൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർമൽ ഹാബിറ്റേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡീഗ്രഡേഷൻ ഓഫ് ഫോട്ടിക് ഹാബിറ്റേറ്റ് ബൈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നാച്ചുറൽ ലൈറ്റിന് ഓവർ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയാ, ലൈറ്റ് പൊല്യൂഷൻ ഹാപ്പൻ ചെയ്തു എന്ന് പറയുന്നത്. Is the iteration of natural light level in the outdoor environment owing to artificial light sources. It is the alternation of light level in the outdoor environment. Next വരുന്നത് sources of light pollution ആണ്. Light pollution is a side effect of industrial civilization. Its sources include lighting arrangement done in the building exterior and interior. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ലൈറ്റ് സോഴ്സസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടൗണുകളിലോട്ടൊക്കെ ഇറങ്ങിയാൽ തന്നെ കാണാല്ലേ, ഒരുപാട് കടകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഓവറായിട്ട് ഇലിമിനേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള അഡ്വർടൈസ്മെന്റ് ബോർഡുകൾ ഉണ്ട്. പിന്നെ ഓവറായിട്ടുള്ള ചെറിയ ചെറിയ LED ലാമ്പുകളൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാ, അലങ്കരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ഓവറായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. പിന്നെന്താ, ഓഫീസുകളിലായാലും ഫാക്ടറീസിലായാലും ഒക്കെ എന്താണ് പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ്സുകളും ഒരുപാട് ആകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്പോർട്ടിംഗ് വെന്യൂസ് ആൻഡ് സിനിമ ഷൂട്ടിംഗ്, സ്പോർട്സ് സ്റ്റുഡിയോസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു കറന്റ് പ്രസന്റ് സ്റ്റേറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ലൈറ്റ് പൊല്യൂഷൻസ് കൊണ്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റുകൾ എന്തൊക്കെയാ ലൈറ്റ് പൊല്യൂഷൻ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം? നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവില്ല. നമുക്ക് ഓവറായിട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മൾ ടയേർഡ് ആയി പോകില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടില്ല. അതായത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പൊല്യൂഷൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ലൈറ്റ് കുറഞ്ഞ ഒരു കണ്ടീഷൻ ആണല്ലേ. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ഉണ്ടായിരിക്കും. ആ ഒരു കണ്ടീഷനിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കും പ്ലാന്റുകളിലൊക്കെ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഓവറായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ് അഫക്ട് ചെയ്യില്ല. ലൈറ്റ് പൊല്യൂഷൻ competes with the starlight in the night sky and interfere the astronomical observation. ഈ നോർമൽ നമ്മുടെ ഈ എർത്തിൽ നിന്നുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ ഒക്കെ നമുക്ക് നൈറ്റ് സ്കൈ വ്യൂ ഒക്കെ ചെയ്യാറില്ല, നമ്മൾ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നത് ബാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓവറായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാറ്, വേസ്റ്റ് ചെയ്യാണ് അല്ലെ. ഒരുപാട് സ്റ്റഡീസിലൊക്കെ പറയുന്നുണ്ട് നോർമൽ യൂസേജിന്, അതായത് നമ്മൾ നോർമൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെക്കാളും ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് പർപ്പസുകൾക്ക്, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ലൈറ്റിംഗ് ബോർഡുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ അത്രയും എന്തുണ്ട്, പ്രോസസ്സുകളുണ്ട്, അത്രയും പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ എൻവയോൺമെന്റിനെ അതെന്ത് ചെയ്യും, മോശമായിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം വീണ്ടും ലൈറ്റ് പൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടൈപ്പ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലസന്റ് ലൈറ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഓൺ and otherwise natural or low light settings, excessive light that lead to discomfort and adverse health effect. ഒന്ന് പ്ലസന്റ് ലൈറ്റ് തന്നെ എന്ത് ചെയ്യാണ്, ഒരാളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലോട്ട് വരുന്ന ആ ഒരു ലെവലിലോട്ട് പ്രസന്റ് ലൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ലൈറ്റ് പൊല്യൂഷൻ, പിന്നെ എക്സസീവ് ആയിട്ടുള്ള ലൈറ്റ് ത്രൂ ഉണ്ടാകുന്ന ലൈറ്റ് പൊല്യൂഷൻ. അങ്ങനെ മെയിൻലി 2 ടൈപ്സ് ആയിട്ടാണ് ലൈറ്റ് പൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്ന് വേറൊരു ലൈറ്റ് പൊല്യൂഷൻ ത്രൂ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് ലൈറ്റ് ട്രിപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ് വേറൊരാളുടെ പ്രോപ്പർട്ടീസിലോട്ടൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയാം, ലൈറ്റ് ട്രിപ്പാസ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ നെയ്ബേഴ്സിന്റെ ഒക്കെ ഓവറായിട്ടുള്ള ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എടുത്തിട്ടില്ല, തൊട്ടടുത്ത കാണുന്നത് ആ ഒരു ലെവലിൽ വരുന്നതാണ് ലൈറ്റ് ട്രിപ്പാസ്
ഡിസ്കസ്. ഇനി ഓവർ ഇലുമിനേഷൻ ഉണ്ട്. ഓവർ ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സസീവ് യൂസ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ ഓവർ ഇലുമിനേഷൻ എന്ന് പറയാം. മെയിൻലി അഡ്വർടൈസിംഗ് ബോർഡുകളിൽ, അതുപോലെ സിനിമ സ്റ്റുഡിയോ, ഫാക്ടറീസിൽ, ഔട്ട്ഡോർ ഡെക്കറേഷനിലൊക്കെയാണ് നമ്മൾ ഈ ഓവർ ഇലുമിനേഷൻ കാണാറുള്ളത് അല്ലെ. ഓവർ ഇലുമിനേഷൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരുപാട് ഇലക്ട്രിസിറ്റി അത് ത്രൂ വേസ്റ്റ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? പ്രോപ്പർ ആയിട്ടുള്ള ടൈമേഴ്സ് യൂസ് ചെയ്യാം, അതുപോലെ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓവർ ഇലുമിനേഷൻ എന്നുള്ള പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പൊ സെൻസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പേഴ്സൺ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും നടന്നു പോകുമ്പോൾ മാത്രം എന്ത് ചെയ്യാം, ലൈറ്റ് കത്തുന്ന രീതിക്കുള്ള ഡിസൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് പൊല്യൂഷൻ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി എന്താ ഗ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി 3 types ഓഫ് ഗ്ലെയർ ആണുള്ളത്. ബൈൻഡിങ് ഗ്ലെയർ, ഡിസബിലിറ്റി ഗ്ലെയർ ആൻഡ് ഡിസ്കംഫർട്ട് ഗ്ലെയർ. Binding glare describe effects such as that caused by staring into suns. It is completely binding and leads temporary or permanent vision deficiencies. That mainly നമ്മുടെ ലെവൽസ് ഓഫ് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ 3 ഗ്ലെയർസുകളായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ നോർമൽ ഐസൈറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ലൈറ്റുകൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഗ്ലെയർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് മെയിൻലി 3 types ആണ്: ബ്ലൈൻഡിങ് ഗ്ലെയർസ്, ഡിസബിലിറ്റി ഗ്ലെയർ ആൻഡ് ഡിസ്കംഫർട്ട് ഗ്ലെയർ. ഇനി ലൈറ്റ് ക്ലട്ടർ ഉണ്ട്. ലൈറ്റ് ക്ലട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസീവ് ഗ്രൂപ്പിംഗ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ ലൈറ്റ് ക്ലട്ടർ എന്ന് പറയാം. അത് മെയിൻലി എന്താ കൺഫ്യൂഷനും ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു പാർട്ടിക്കിളോട്ട് നോക്കി കഴിഞ്ഞിട്ട് വേറെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് നമ്മുടെ കണ്ണിൽ എന്തോ ഒരു എക്സ്ട്രാ ലൈറ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യേ, അതൊക്കെ ഈ ലൈറ്റ് ക്ലട്ടർ ഗ്രൂവാണ് കേട്ടോ. ഓക്കെ, പിന്നെ സ്കൈ ഗ്ലോയും എന്താണ് നമ്മുടെ ലൈറ്റ് പൊല്യൂഷൻ ത്രൂ നമുക്ക് വരുന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈറ്റ് പൊല്യൂഷനിൽ പറയാനുള്ളത്. ഈ നെക്സ്റ്റ് വരുന്നത് സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. സോളിഡ് വേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാ വരിക സോളിഡ് വേസ്റ്റില്? നമ്മൾ കുറഞ്ഞ കാലം യൂസ് ചെയ്തിട്ട് നമ്മൾ വലിച്ചെറിയുന്ന കാര്യങ്ങളാണ് സോളിഡ് വേസ്റ്റ് ആയിട്ട് വരിക അല്ലെ. ന്യൂസ് പേപ്പർ, ബോട്ടിൽ, പ്ലാസ്റ്റിക് ബാഗ്, പോളിത്തീന്, പാക്കിംഗ് മെറ്റീരിയൽ, ഗാർബേജസ് ഒക്കെ നമ്മൾ എന്തിന് വരുന്നതാണ്? സോളിഡ് വേസ്റ്റ് വരുന്നതാണ് അല്ലെ. സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻലി 2 types ആണുള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ സെന്ററിൽ, അതായത് സോളിഡ് വേസ്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവാം. പിന്നീട് സെക്കൻഡ് ടൈപ്പ് ഏതാ? മറ്റേ കൺസംഷൻ സെന്റർ ആഫ്റ്റർ ദ യൂസ്. അതായത് യൂസ് ചെയ്തതിനു ശേഷം ആ ഒരു പാത്രം എന്ത് ചെയ്യുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ വലിച്ചെറിയുന്നത്. അങ്ങനെ 2 രീതിക്ക് നമുക്ക് സോളിഡ് വേസ്റ്റുകൾ സോഴ്സ് നമുക്ക് 2 രീതിക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ടോട്ടൽ സോഴ്സിനെ 2 types ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാറ്റഗറൈസ് ചെയ്യാം. ഇനി കാറ്റഗറീസ് ഓഫ് സോളിഡ് വേസ്റ്റ് നോക്കുമ്പോൾ ഏതൊക്കെയാ? മൈനിങ് വേസ്റ്റ് ഉണ്ട്, അഗ്രികൾച്ചറൽ വേസ്റ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മുനിസിപ്പൽ വേസ്റ്റ്, പാക്കിംഗ് വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ്, ആനിമൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡൊമസ്റ്റിക് വേസ്റ്റ്. ഇത്രയും സോഴ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാറ്റഗറൈസ്. ഒരു സോളിഡ് വേസ്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പാർട്ടുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എങ്ങനെയാ നമുക്ക് സോളിഡ് വേസ്റ്റ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഓപ്പൺ ഡംപിങ് എന്ത് ചെയ്യാം? സോളിഡ് വേസ്റ്റുകളെ നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെ. റിമൂവ് ചെയ്യാൻ പറ്റുന്നിടത്തോളം സോളിഡ് വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. റിമൂവലില് മെയിൻലി എന്താ നമുക്കറിയാം, റിമൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം നമ്മൾ അത് കളക്ട് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, പിന്നെ അത് ഡിസ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് ത്രൂ എന്ത് ചെയ്യാം? അത് സോളിഡ് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാം അല്ലെ. അതായത് ട്രീ ട്രെഞ്ചസിലൊക്കെ എന്ത് ചെയ്യാണ്? ഇങ്ങനെയുള്ള സോളിഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ട്രീ ട്രെഞ്ചസിൽ ഡിസ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസിനറേഷൻ മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്. അതിൽ എന്താന്ന് വെച്ചാല് ഇൻസിനറേഷൻ പ്ലാന്റുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സോളിഡ് വേസ്റ്റുകൾ പുട്ട് ചെയ്തിട്ട് ബേൺ ചെയ്യുന്ന പ്രോസസ്സാണ്. അത് ആ ഒരു ബേണിംഗ് പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ ബോട്ടമിൽ കത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലാഗ് നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ബോട്ടമിൽ ഉണ്ടായിരിക്കും, അത് നമുക്ക് എന്ത് ചെയ്യാം? വേറെ രീതിക്ക് യൂസ് ചെയ്യാം.
പിന്നെ സോളിഡ് വേസ്റ്റിൽ തന്നെ വരുന്ന വേറെ കാറ്റഗറിയാണ് ഓർഗാനിക് വേസ്റ്റുകൾ അല്ലെ. ഓർഗാനിക് വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെ. അതായത് ഫെർമെന്റ് ചെയ്തിട്ട് നമുക്ക് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം ഓർഗാനിക് വേസ്റ്റിൽ നിന്ന്. ഇനി ഡീകമ്പോസിബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെ. അപ്പം സോളിഡ് വേസ്റ്റുകളിൽ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ എന്ത് ചെയ്യാം, ഓരോ പാർട്ടുകളായിട്ട് തരം തിരിച്ചതിന് ശേഷം, അതായത് ഓരോ ടൈപ്പുകളെ നമുക്ക് സോളിഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്തതിനു ശേഷം അതിനെ ഓരോ കാറ്റഗറി ആയിട്ട് തരം തിരിച്ചതിന് ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ സോളിഡ് വേസ്റ്റുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എല്ലാ സോളിഡ് വേസ്റ്റുകളെ നമുക്ക് റീസൈക്കിൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. കമ്പോസ്റ്റിംഗ് ഒക്കെ നമ്മൾ സോളിഡ് വേസ്റ്റുകളെ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇനി ഗാർബേജ് പ്രോബ്ലം മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസിങ് ദി ജനറേഷൻ ഓഫ് സോളിഡ് വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സോളിഡ് വേസ്റ്റുകൾ കുറക്കുക എന്നുള്ളതാണ് അല്ലെ. ഇനി കുറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, അത് എന്ത് ചെയ്യാം, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. ഒരൊറ്റ യൂസിന് ശേഷം ഡംപ് ചെയ്യുന്ന രീതിക്കുള്ള പ്രോസസ്സുകൾ ചെയ്യാണ്ടിരിക്കുക, മാക്സിമം എന്ത് ചെയ്യുക, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ റിക്കവറി ആൻഡ് റീസൈക്ലിംഗ് ടെക്നിക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ പോലെയുള്ള സംഭവങ്ങളാണെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. റീസൈക്ലിംഗ് മെത്തേഡ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം അല്ലെ. ഇനി എന്തൊക്കെയാ ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ എങ്ങനെയാ ഈ ഒരു എൻവയോൺമെന്റിനെ പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നമ്മൾ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക. വാട്ടർ ബോഡീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻലി നമ്മൾ എന്ത് ചെയ്യുക, അവെയർ ആയിരിക്കുക അല്ലെ. എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ, അതിന്റെ എഫക്റ്റുകളെ കുറിച്ച് അവെയർ ആയിരിക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡംപ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കതൊരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ലല്ലോ. മെയിൻലി അവെയർനെസ് പ്രൊവൈഡ് ചെയ്യാറുള്ളതാണ്. പിന്നെ പക്ഷെ നമുക്ക് എന്തായാലും വേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ ഡംപ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബറി ചെയ്യുന്ന സമയത്ത് സേഫ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താ, ഓപ്പൺ സ്പേസുകളിൽ ഡംപ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുക അല്ലെ. കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒന്ന് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് കേട്ടോ. എന്താണ് ഹസാർഡ്സ്, എന്താണ് ഡിസാസ്റ്റർ എന്നൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാലേ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പൊല്യൂഷൻ മാൻമെയ്ഡ് ഉണ്ട്, നാച്ചുറൽ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അത് സ്ലോ ആയിട്ട് നടന്നു വരുന്ന പ്രോസസ്സാണ്, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്ന പ്രോസസ്സുകളല്ല അല്ലെ. പക്ഷെ എൻവയോൺമെന്റൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന എന്താ ഇവന്റ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റൽ ഹസാർഡ്സ് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ് സ്ലൈഡ് ഒക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ലേ, നമ്മൾ ഓർക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എർത്ത് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ ഹസാർഡ്സിൽ വരുന്നത്. Those extreme events caused by natural process or man's activity which exceed the tolerable magnitude within or beyond survival time limit, make adjustment difficult, result in losses of properties and lives are called environmental hazards. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എൻവയോൺമെന്റൽ സ്ട്രെസ്, എൻവയോൺമെന്റൽ ഹസാർഡ്, എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ സെയിം സംഭവങ്ങൾ തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു എക്കോളജിക്കൽ ബാലൻസ് നമ്മൾ പറയുന്നില്ല, എൻവയോൺമെന്റിൽ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. അതിനെ ഡിസ്റ്റർബ് ആവുകയാണ് ഈ എൻവയോൺമെന്റൽ സ്ട്രെസ്സും ഹസാർഡും ഡിസാസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാവുക. ഈ എൻവയോൺമെന്റ് എക്കോളജിക്കൽ ബാലൻസിന് ഡിസ്റ്റർബൻസ് വരുമ്പോൾ അത് എൻവയോൺമെന്റിൽ ഒരു സ്ട്രെസ് ആയിട്ട് മാറും അല്ലെ. അതായത് എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മള് ലാൻഡ് സ്ലൈഡ് തന്നെ എടുക്കാം. ലാൻഡ് സ്ലൈഡിന് എന്താ, ഓവറായിട്ട് ആ ഒരു പ്രോപ്പർട്ടിക്ക്, ആ ഒരു സ്ഥലത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് കൂടുതൽ വെള്ളം എന്ത് ചെയ്യുക, ആ ഒരു പ്ലേസിൽ നിർത്തി വയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, ലാൻഡ് സ്ലൈഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അതായത് മരങ്ങളൊക്കെ ഒരുപാട് വെട്ടിമാറ്റി ആ ഒരു സോയിലിൽ ഓവറായിട്ട് എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ വരുമ്പോഴാണല്ലോ ഈ ഒരു പ്രോബ്ലം വരിക. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റർബൻസ് ഇൻ എക്കോളജിക്കൽ ബാലൻസ്. എക്കോളജിക്കലി ഒരു ബാലൻസ് ഉണ്ട് അല്ലെ. അതായത് ഇന്ന എമൗണ്ട് ഇത്ര സാധനത്തിൽ ഇത്ര എമൗണ്ട് വരണം എന്നുള്ളൊരു കണക്കുണ്ട്. അതിനെന്ത് വരും, ഡിസ്റ്റർബൻസ് വരും.
അത് എന്തിനോട് കാരണമാകും? എൻവയോൺമെന്റൽ സ്ട്രെസ്സിനോട് കാരണമാകും. എൻവയോൺമെന്റൽ സ്ട്രെസ് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താകും? എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആവില്ല. അതായത് സഡൻ ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കൂല. ഇപ്പൊ ലാൻഡ് സ്ലൈഡ് പോലെയുള്ള ഓവറായിട്ട് എൻവയോൺമെന്റൽ സ്ട്രെസ് ആ ഒരു ഫേസിൽ ഓവറായിട്ട് എന്ത് ചെയ്യാണ്, ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഹസാർഡ്സ് ആയിട്ട് മാറും. പിന്നെ ഹസാർഡ്സ് ഉണ്ടാകുന്നതാണ് നമ്മൾ പറയുന്നത് എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, സെയിം സംഭവം തന്നെയാണ്. ചെറിയ ചെറിയ എന്താ അതിന്റെ ഡെപ്തിന് മാത്രമാണ് വേരിയേഷൻ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് എൻവയോൺമെന്റൽ ഹസാർഡ്സുകളെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സിനെ പരിചയപ്പെടാം. എർത്ത് കേക്ക് ഉണ്ട് അല്ലെ. എന്താ എർത്ത് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, an earthquake is a violent shaking of Earth's surface caused by rapid movement of Earth rocky outer layer. അതായത് നമ്മുടെ പറയുന്ന പ്രോസസ് തന്നെയാണ് അല്ലെ, എല്ലാ ഭൂകമ്പം നടക്കുന്നില്ല. നമ്മള് എന്താണ് സംഭവം, എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ത് ചെയ്യുക, ഓവറായിട്ട് ഷേക്ക് ചെയ്യുന്ന റാപ്പിഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ എർത്ത് എന്ന് പറയാം അല്ലെ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതിന്റെ എർത്ത് ഉൽപ്പത്തിക്കുന്ന സ്ഥലം, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ ഫോക്കസ് എന്ന് പറയും. ആ ഫോക്കസിൽ എന്ത് ചെയ്യാണ് സംഭവിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അവിടെയുള്ള ആ ഒരു ഷീൽഡുകളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓവറായിട്ട് മാറുകയാണ് അത് നമ്മൾ എന്ത് പുറത്തോട്ട് നമുക്ക് എർത്ത് ആയിട്ട് വരുന്നത്. ഓക്കെ, എർത്തിന് നമുക്ക് എപ്പിസെന്റ്, ഹൈപ്പോസെന്റ്, ഫോൾട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടുകളുണ്ട്. അപ്പൊ ഓരോന്നിനും ഫോക്കസിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോസസ് ഓഫ് എർത്ത് നോക്കുകയാണെങ്കിൽ ബൈ tectonic forces due to sudden movement of rocks or strata along fault and fractures in the crust, by volcanic eruption, by streams when tries to force its way out. അതായത് നമ്മൾ ഓവറായിട്ട് നമ്മൾ പറയില്ലേ, റെയിൻ വാട്ടർ ഒക്കെ എന്ത് ചെയ്യും, സോയിലിൽ ഊർന്നിറങ്ങും, അങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ പെർലൊക്കേറ്റ് ചെയ്യുന്ന വാട്ടർ എർത്തിന്റെ ഇന്നറിലോട്ട് ഡെപ്തിലോട്ട് പെർലൊക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കറിയാലേ എർത്തിന്റെ ക്രസ്റ്റിൽ എന്താണ്, ലാവയാണ്, ഹോട്ടായിട്ടുള്ള പ്ലേസ് ആണല്ലേ. അപ്പൊ അവിടെ ആ ഒരു പാർട്ടിലോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു വാട്ടർ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്റ്റീം എന്ത് ചെയ്യാണ് ചെയ്യാം, ആ ഒരു ഡെപ്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, കൂട്ടിക്കെടുക്കുന്ന പോലെയാണ് നിൽക്കുക. അപ്പൊ അത് എന്തായാലും സ്റ്റീമാണ്. സ്റ്റീം പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യൂലേ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഫ്രോവും നമുക്ക് എന്തുണ്ടാവാറുണ്ട്, എർത്ത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ബൈ ഡിസ്റ്റർബിങ് ദ ബാലൻസ് ഓഫ് എർത്ത് ക്രസ്റ്റ്, അതായത് ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ പോലെയുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും എന്തുണ്ടാവാറുണ്ട്, എർത്ത് ഉണ്ടാവാറുണ്ട്. ഇനി അതിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാ, കംപ്ലീറ്റ് എന്റെ ആ ഒരു പ്ലേസിനെ തന്നെ അത് ബാധിക്കൂല. അവിടെയുള്ള വില്ലേജസുകൾ, അതുപോലെ അവിടെയുള്ള പ്രോപ്പർട്ടീസ്, അവിടെയുള്ള എന്താ വാട്ടർ ബോഡീസിനെ, അതുപോലെ തന്നെ എന്താ ചില പ്ലേസുകളൊക്കെ സീല് സബ്മേർജ് ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ എന്ത് ചെയ്യും, ഭയങ്കര ക്രാക്സോ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ട്രാൻസ്പോർട്ടേഷനെ അത് ബാധിക്കും. അങ്ങനെയുള്ള നോർമൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും എന്ത് ചെയ്യും, അവസ്ഥയ്ക്ക് ഉപയോഗിക്കും അല്ലെ. പിന്നെ അതിന്റെ ബെനിഫിഷ്യൽ എഫക്ട് എന്തൊക്കെയാ, അതായത് എർത്ത് കൊണ്ട് നമുക്ക് എന്തുണ്ട്, കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് എന്തൊക്കെയാ, ന്യൂ സ്പ്രിങ്സ് ആർ ഫോംഡ് വിച്ച് ഹെൽപ്പ് ഇൻ ഇറിഗേഷൻ. അതായത് പുതിയ സ്പ്രിങ്ങുകളൊക്കെ ഫോം ചെയ്യൂല. അതായത് സബ്മേർജ് ചെയ്ത് കിടക്കുന്ന ചില റിവേഴ്സുകളൊക്കെ പുറത്തോട്ട് വരാനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ എർത്ത് കാരണമാകാറുണ്ട്. അത് എന്തിനു ഹെൽപ്പ് ചെയ്യും, ഇറിഗേഷൻ പ്രോസസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. സബ്മേർജ്ഡ് കോസ്റ്റൽ ലാൻഡ് എമർജസ് ഔട്ട് ഓഫ് വാട്ടർ ആൻഡ് മേക്ക് ഫെർട്ടൈൽ പ്ലേസ്. പിന്നെ എന്തൊക്കെയാ, precious metal and minerals come up to the surface. When there is an eruption due to earthquake, it causes lava to flow out, which enrich the fertility of soil. അതായത് എർത്ത് ഉണ്ടാകുമ്പോൾ ലാവ എന്ത് ചെയ്യും, പുറത്തോട്ട് വരാനും അത് എന്ത് ചെയ്യാനും ഫെർട്ടിലിറ്റി കൂട്ടാനൊക്കെ എന്ത് ചെയ്യാനുണ്ട്, കാരണമാവാറുണ്ട്. പക്ഷെ മെയിൻലി അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള ലിവിങ് ഓർഗാനിസത്തിനെയൊക്കെ ബാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ബെനിഫിഷ്യൽ എഫക്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണിക്കുമോ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. സിംറ്റംസ് ഓഫ് എർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സീ വാട്ടർ ഒക്കെ എന്ത് ചെയ്യും,
റിസീവ് ചെയ്യും, സീഷോറിൽ നിന്ന് റിസീവ് ചെയ്യും. വാട്ടർ ലെവലിൽ നമ്മൾ കിണറുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിലുള്ള വാട്ടർ ലെവലിൽ ഒന്നല്ലെങ്കിൽ ഫോൾ ഉണ്ടാകും അല്ലെങ്കിൽ റൈസ് ഉണ്ടായിരിക്കും, അതായത് അതിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന്റെ സർഫസിലൊക്കെ എന്തുണ്ടാവും, ക്രാക്കേഴ്സ് ഒക്കെ, ചെറിയ വിള്ളലുകളൊക്കെ കാണപ്പെടും. ഒരു മുന്നോടിയായിട്ട് അതിലേക്ക് വലിയ രീതിക്ക് നടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ പൊട്ടലുകളും വിള്ളലുകളൊക്കെ കാണപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചില കിണറുകളിൽ നിന്നൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ എന്ത് ചെയ്യും, ഇമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് വിള്ളലുകളൊക്കെ വരുമ്പോൾ പറഞ്ഞില്ല, അതുകൊണ്ടൊക്കെ ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ പുറത്തോട്ട് വരാനൊക്കെ തുടങ്ങും. അതുപോലെ ലാഗ്നിങ്, തണ്ടർ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുനാമിയെ കുറിച്ചിട്ടാണ്. സുനാമി എല്ലാവർക്കും അറിയണ്ടായിരിക്കില്ല. സുനാമി എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് വേർഡ് ആയിട്ടുള്ള, ജപ്പാനീസ് വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സു മീൻ പോട്ട് ആൻഡ് നാമി മീൻസ് വേവ് അറ്റാക്ക്. ഓക്കെ, സുനാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 20 to 30 ഫീറ്റ് അത്രയും ഹൈറ്റിലുള്ള വേവ്സ് ആണല്ലേ, ജൈജാന്റിക് വേവ്സ് എന്ത് ചെയ്യാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിലോട്ട്, കോസ്റ്റൽ റീജിയനിലോട്ടൊക്കെ എന്ത് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ സുനാമി എന്ന് പറയുന്നത്. ഇത് മെയിൻലി നടക്കുന്നത് എന്താണ്, അണ്ടർ സീ, അതായത് സീയുടെ അടിയിൽ നടക്കുന്ന കുറച്ച് ഇതുപോലെയുള്ള തെറ്റുകളൊക്കെ കൊണ്ടാണ്, കുറച്ച് ഡിസ്റ്റർബൻസ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സുനാമികളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓക്കെ, ഇത് ഞാൻ ചെറിയൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാൻഡ് സ്ലൈഡുകളെ കുറിച്ചിട്ടാണ്. ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ്സ് എ ഡിസെന്റ് ഓഫ് മാസ് ഓഫ് എർത്ത് ആൻഡ് റോക്ക് ഡൗൺ എ മൗണ്ടൻ സ്ലോപ്പ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ. അതായത് ഒരു മാസ് ഓഫ് എർത്ത് എന്ത് ചെയ്യാം, പെട്ടെന്ന് താഴോട്ട് വരുന്ന പ്രോസസ്സിനെ അല്ലെ, അതായത് മൗണ്ടെയ്ൻസിന്റെ സ്ലോപ്പുകളിൽ നിന്നൊക്കെ ഒരു മാസ് ഓഫ് എർത്ത് സ്ലൈഡ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം അല്ലെ. നമുക്ക് വയനാടൊക്കെ സംഭവിച്ചത് ലാൻഡ് സ്ലൈഡ് ആണ് അല്ലെ. കൂടുതലായിട്ട് റെയിനി സീസണുകളിലാണ് ലാൻഡ് സ്ലൈഡ് നമുക്ക് കാണാം അല്ലെ. എന്തൊക്കെയാ ലാൻഡ് സ്ലൈഡിനുള്ള കോഴ്സ് ആയിട്ട് വരുന്നത്, ഹീറ്റ്, ട്രെമേഴ്സ് ആൻഡ് ഇൻസിസ്റ്റന്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻ ഒക്കെ എന്ത് ചെയ്യാം, ലാൻഡ് സ്ലൈഡുകള് കോസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിനി സീസണിലാണ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലാൻഡ് സ്ലൈഡുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ഇനി ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ അപ്പർ റീച്ചസ് ഓഫ് സ്ലോപ്പ് കോസ് എ ഹെവി പ്രഷർ അണ്ടർനീത്ത് ഡ്യൂ ടു വിച്ച് ലാൻഡ് സ്ലൈഡ് may occur. Due to soil erosion, when base layer become thin, vacuum is created towards which bed rocks as well as cover burdens rush, causing landslide. Deforestation ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് സ്ലൈഡിന് കാരണമായി മാറുന്നുണ്ട് അല്ലെ. ഇനി എന്തൊക്കെയാണ് ലാൻഡ് സ്ലൈഡുകളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിവെന്റിംഗ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസിംഗ് ലാൻഡ് സ്ലൈഡ്സ്. ലാൻഡ് സ്ലൈഡ്സുകളെ കാരണമാകുന്ന ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് മെയിൻലി എന്താണ്, നമ്മൾ മൗണ്ടൻ സ്ലോപ്പുകളിൽ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ എന്ത് ചെയ്യാം, അതിനൊക്കെയുള്ള പെർമിഷൻസ് റിന്യൂ ചെയ്യുക. അതുപോലെ കോൺക്രീറ്റ് ബ്ലോക്കിംഗ് ഒക്കെ എന്ത് ചെയ്യും, സ്ലോപ്സിന്റെ താഴെ കോൺക്രീറ്റ് ബ്ലോക്കിങ്ങുകളൊക്കെ എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യുന്ന ടൈപ്പുള്ള വാളുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ, മെയിൻലി നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, ഫോറസ്റ്റേഷൻ അല്ലെ, അതായത് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലാൻഡ് സ്ലൈഡ് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് വോൾക്കാനിക് എക്സ്പ്ലോഷൻ ആണ്. Volcanic explosion eruption takes place when magma temperature get very high under the earth surface. ഓക്കെ, അതായത് നമുക്കറിയാം എർത്തിന്റെ ക്രസ്റ്റിൽ മാഗ്മ ഉണ്ട് അല്ലെ, അതിന്റെ ടെമ്പറേച്ചർ ഓവറായിട്ട് കൂടുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, മാഗ്മ എന്ത് ചെയ്യും, താഴെ എർത്ത് ക്രസ്റ്റിലുള്ള മാഗ്മ മുകളിലോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യൂല. അങ്ങനെ മാഗ്മ റൈസ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് എന്ത് ഉണ്ടാവുന്നത്, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, മാഗ്മ പുറത്തോട്ട് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളും ആഷുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്, റോക്സ് ഒക്കെ പുറത്തോട്ട് വരും. ഓക്കെ, ഓക്കെ, നമുക്കറിയാലേ വോൾക്കാനിക് ഇറപ്ഷനോടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ അതിന്റെ എഫക്ട്സുകൾ വരുന്നത്. ലാവ എന്ത് ചെയ്യാണ്, ലാവ നമുക്കറിയാലോ അത്രയും ടെമ്പറേച്ചറിൽ വരുന്ന ഒരു സംഭവമാണ്. അത് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, ഹ്യൂമൻസിന്റെ
ഹാബിറ്റേറ്റിന് ഇവർക്ക് എന്ത് ചെയ്യും, അത് പോകുന്ന എല്ലാ പ്ലേസുകളെയും കംപ്ലീറ്റ് അത് ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് പോവാല്ലേ. പിന്നെ എന്ത് ചെയ്യാം, എയർ ട്രാഫിക്കിനെ എന്ത് ചെയ്യാൻ ഡിസ്റ്റർബ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് ഇതിന്റെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകളാണ് അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലഡിനെ കുറിച്ചിട്ടാണ്. ഫ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വാട്ടറിന്റെ ലെവലിലുള്ള ഇൻക്രീസിന് എങ്ങനെയാണ് നമ്മൾ ഫ്ലഡ് എന്ന് പറയാം അല്ലെ. അത് മെയിൻലി unusual meteorological condition during a cyclone. Flood in coastal areas are due to the rise in the sea level water due to unusual meteorological condition during a cyclone, due to volcanic explosion and earthquake under the sea. ഇങ്ങനെയുള്ള ഫ്ലോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ മെയിൻലി കോസ്റ്റൽ ഏരിയാസിൽ മെയിൻലി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ള അതായത് സൈക്ലോണിന്റെ ടൈമിലൊക്കെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനും ഉണ്ട്. അതുപോലെ അണ്ടർ സീല്, അതായത് സീന്റെ അണ്ടറിൽ വോൾക്കാനിക് എക്സ്പ്ലോഷനും എർത്ത്ക്വേക്കും ഒക്കെ നടക്കുമ്പോഴൊക്കെയാണ് കോസ്റ്റൽ ഏരിയാസിൽ ഫ്ലഡ് ഉണ്ടാവാം അല്ലെ. ഇനി നോർമൽ ഏരിയാസ് പ്ലെയിൻ റീജിയനിൽ എങ്ങനെയാ ഫ്ലഡ് ഉണ്ടാവാം, മെയിൻലി സ്നോ ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് പെരിനിയൽ റിവേഴ്സിലൊക്കെ വാട്ടർ കൂടുമ്പോൾ അല്ലെ. പെരിനിയൽ റിവേഴ്സിൽ എങ്ങനെയാ വാട്ടർ കൂടുക, സ്നോ മെൽറ്റ് ചെയ്തിട്ട്, അതുപോലെ ഓവറായിട്ടുള്ള റെയിനിങ്, അതൊക്കെയാണ് എന്ത് ചെയ്യുക നോർമൽ പ്ലെയിൻ റീജിയനിൽ എന്ത് ചെയ്യുക ഫ്ലഡിന് കാരണമാകല്ലേ. അതായത് റിവറിലൊക്കെ വാട്ടർ കൂടിയിട്ട് ഫ്ലഡിന് കാരണമാകൂല്ലേ. എന്തൊക്കെയാണ് നമുക്ക് ഫ്ലഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുക, നമുക്ക് റിവർ ബാങ്ക്സ് ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാം അല്ലെ, സോയിൽ പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ എന്താ മോർ നമ്പർ ഓഫ് പ്ലാന്റ്, അതായത് ട്രീസ് എന്ത് ചെയ്യും ഒരു പരിധി വരെ ഫ്ലഡിനെ പ്രിവെന്റ് ചെയ്യൂലേ. കാരണം ഓവറായിട്ട് വരുന്ന വാട്ടറിനെയൊക്കെ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ ഡാമുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ. ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റിവേഴ്സിൽ ഒരുപാട് വാട്ടർ ഫിൽ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡാമുകളിലുള്ള ഈ റിവറുകളിലുള്ള ഈ ഓവറായിട്ടുള്ള വാട്ടർസിനെ നമുക്ക് ഇറിഗേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലഡ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സൈക്ലോണുകളെ കുറിച്ചിട്ടാണ്. സൈക്ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cyclone is a region of low atmospheric pressure surrounded by wind system in a counter-clockwise direction. Cyclones mainly two types ഉണ്ട്, സാൻഡ്സ്റ്റോം അല്ലെങ്കിൽ എന്താ സ്നോ സ്റ്റോംസ് ഓർ ബ്ലിസാർഡ്സ് എന്ന് പറയും. അതായത് ഡെസേർട്ടിലൊക്കെ നടക്കുന്ന സൈക്ലോൺസ് മെയിൻലി എന്തായിരിക്കും, സാൻഡ് ഫിൽ ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലെ. അതിനെ നമ്മൾ സാൻഡ് സ്റ്റോം എന്ന് പറയും. അതുപോലെ സ്നോ സ്റ്റോമും അതുപോലെ ബ്ലിസാർഡ്സും ഒക്കെ ഉണ്ട്. ഒരു ഏരിയക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഏരിയയിൽ നടക്കുന്ന സൈക്ലോൺസുകളെ നമ്മൾ ഡിഫറെന്റ് നെയിംസിൽ വിളിക്കും. അതാണ് കേട്ടോ. During cyclonic storms, wind blows strongly with a speed of 100 to 180 km/h. There will be a heavy rainfall when the cyclones approach the seashore. After crossing the seashore, its speed gradually decreases and finally dissipates. Okay. ഈ സൈക്ലോൺസുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് സൈക്ലോൺസിനെ റെഡ്യൂസ് ചെയ്യില്ല, സൈക്ലോൺസ് ഉണ്ടാക്കുന്ന ഡാമേജുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതെന്താണ്, നമുക്ക് ഇങ്ങനെയുള്ള സൈക്ലോൺസിന്റെ വിൻഡിന്റെ സൈക്ലോൺസിൽ നമുക്കറിയാലോ വിൻഡ് മെയിൻലി ഉണ്ടാവും. അതിന്റെ സ്പീഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതിനെന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് വന്നിട്ട് സൈക്ലോൺസ് നോർമലി ഇല്ലാണ്ടായി മാറില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ട്രീ കവേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ അതെന്ത് ചെയ്യും, ഡാമേജ് കുറക്കൂലെ. അതായത് സൈക്ലോൺസ് ഉണ്ടാകുന്ന ഡാമേജുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താ, നമുക്ക് instead of using big windows or doors in the building, it is preferable to have windows and doors filled with a small glass pane. അതായത് വലിയ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ സൈക്ലോൺസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡാമേജുകൾ കൂടുതലായിരിക്കും. ഇപ്പൊ ചെറിയ വിൻഡോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഏരിയാസിൽ പ്രിഫർ ചെയ്യുക. അതുപോലെ ഈ സൈക്ലോൺസിന്റെ സമയത്ത് പവർ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. കാരണം സൈക്ലോൺസിന്റെ സമയത്ത് പവർ സപ്ലൈ കൂടെ ഉണ്ടെങ്കിൽ അത് ത്രൂ ഉണ്ടാകുന്ന ഡാമേജുകൾ, അതായത് ഷോക്ക്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ സൈക്ലോൺസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പവർ സപ്ലൈ ഒക്കെ കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ സൈക്ലോൺസ് യൂഷ്വലി കാണപ്പെടുന്ന ഏരിയകളിൽ നമുക്ക് റീഹാബിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സൈക്ലോൺസിന്റെ ഡാമേജസ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓയിൽ സ്പില്ലുകളെ കുറിച്ചിട്ടാണ്. ഓയിൽ സ്പില്ല് നമുക്കറിയാം അല്ലെ, പെട്രോളിയം, ഹൈഡ്രോ കാർബൺ എൻവയോൺമെന്റിൽ എത്തിച്ചേരുന്ന റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ,
ഓയിൽ സ്പിൽ എന്ന് പറയാം. മെയിൻലി മറൈൻ എക്കോസിസ്റ്റത്തിലാണ് ഇത് കാണപ്പെടാറില്ല അല്ലെ. ഇപ്പൊ അടുത്ത് നമ്മൾ സംഭവിച്ചിട്ടുള്ളതാണ് അല്ലെ, കപ്പലിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത് ഓയിൽ സ്പില്ലുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മെയിൻലി 2 ടൈപ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഓയിൽ സ്പില്ല് ഹാം ചെയ്യുന്നത്. ഒന്ന് ഫൗളിംഗ് ഓർ ഓയിലിംഗ്, അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഓയിൽ ടോക്സിസിറ്റി. ഫൗളിംഗ് അല്ലെങ്കിൽ ഓയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഓയിൽ അതായത് മറൈൻ എക്കോസിസ്റ്റത്തിൽ സ്പ്രെഡ് ആയിട്ടുള്ള ഈ ഒരു ഓയിൽ എന്ത് ചെയ്യാം, ബേർഡ്സിന്റെ വിങ്സിൽ, അതുപോലെ അക്വാറ്റിക് അനിമൽസിന്, സീ മാമൽസിന്റെ ഒക്കെ ഫറിലൊക്കെ എന്ത് ചെയ്യാം, പറ്റി പിടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ നോർമൽ ഹാബിറ്റേറ്റിന് അത് എന്ത് ചെയ്യാം, ഒരു റിസ്കി ഫാക്ടർ ആയിട്ട് നിൽക്കാം. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓയിൽ ടോക്സിസിറ്റി ആണ്. അതായത് ഈ ഒരു ഓയിലിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ ഒരു കോമ്പൗണ്ട്സ് എന്ത് ചെയ്യാം, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാം. ഹെർട്ട് ഡാമേജ്, സ്റ്റണ്ണഡ് ഗ്രോത്ത്, ഇമ്മ്യൂൺ സിസ്റ്റം എഫക്ട്, അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ. ഇനി എങ്ങനെയായിരുന്നു നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക, ബൂംസ് യൂസ് ചെയ്യാം. ബൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫ്ലോട്ടിംഗ് ഫിസിക്കൽ ബാരിയർ ടു ഓയിലാണ് നമ്മൾ ബൂംസ് എന്ന് പറയാം. അതായത് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, ഈ ഒരു ഓയില് സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ടുള്ള ബീച്ച് മാൻഗ്രോവ്സിലോട്ടൊക്കെ എത്തിച്ചേരുന്നത് പ്രിവെന്റ് ചെയ്യും. അതായത് ഒരു ബാരിയർ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കിമ്മേഴ്സ് യൂസ് ചെയ്യാം. സ്കിമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മണലൊക്കെ തെറ്റിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏർപ്പെട്ടല്ലോ, അതുപോലെയുള്ള ഒരു സംഭവം സ്കിമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ. അതെന്ത് ചെയ്യാം, ഈ ഒരു ഓയിൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് സീനിന്നും എന്താ ഓയില് അവോയ്ഡ് ചെയ്യുന്ന രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആക്സിഡന്റുകൾ മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ബട്ട് ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട്സ് യൂസ് ചെയ്യാം, സ്കിമ്മേഴ്സ് യൂസ് ചെയ്യാം, ഇൻസിറ്റീവ് ബേണിംഗ്, അങ്ങനെയുള്ള മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എഫക്റ്റുകൾ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇങ്ങനെയുള്ള ഡിഗ്രഡേഷന്റെ പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോഡേൺ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, ഇൻക്രീസ്ഡ് ഹ്യൂമൻ പോപ്പുലേഷൻ, ഹൈ പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഒക്കെ ഒരുപാട് വളർന്നു വരുന്നത്. അതായത് നമ്പേഴ്സ് ഒരുപാട് കൂടുതലാണ് അല്ലെ. അതുപോലെ അർബനൈസേഷൻ, സെറ്റിൽമെന്റ് ഒക്കെ കൂടുതലാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓവറായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന്റെ മെയിൻ റീസൺ ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസത്തിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആസ് എ പേഴ്സൺ ഇൻ ദി സൊസൈറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് ഡിഗ്രഡേഷൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്കുള്ള കൊണ്ട് അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ ചെയ്യാല്ലേ. നമ്മുടെ ചുറ്റിലുള്ള ആളുകളെ അവയർനെസ് ആക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്? കാരണം ഇനിയുള്ള ജനറേഷന് നമ്മൾ ടീച്ചേഴ്സ് ആണല്ലേ, നമ്മൾ ഇനിയുള്ള ജനറേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺസ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് നമ്മളല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് മുന്നിലെത്തുന്ന സ്റ്റുഡൻസിനെ പ്രോപ്പർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് അവയർനെസ് കൊടുക്കാം. അവര് ത്രൂ എന്ത് ചെയ്യാം, നമുക്ക് സൊസൈറ്റിയിലോട്ട് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.